നമുക്ക് നല്ലൊരു അടിപൊളി സ്പിനാച്ച് മഷ്റൂം തോരൻ ഉണ്ടാക്കാം. അതിന് സ്പിനാച്ച്, കുറച്ച് മഷ്റൂം, സവാള ഒരു ഹാഫ്, 2-3 പച്ചമുളക്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് തേങ്ങ, ഇത്രയൊക്കെയാണ് വേണ്ടത്. വെളുത്തുള്ളി ചതച്ചെടുക്കുക. പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചതച്ച വെളുത്തുള്ളിയും സവാള അരിഞ്ഞുകൊണ്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒത്തിരി വഴണ്ടി പോകരുത്. എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം സ്പിനാച്ച് ഇട്ട് നല്ലതായിട്ട് മൂടി വയ്ക്കുക. കുറച്ച് ഉപ്പ് ഇടാമുള്ളൂ, കാരണം സ്പിനാച്ചിനും കുറച്ച് നല്ല ഉപ്പുണ്ട്, മഷ്റൂമിനും ചെറുതായിട്ടൊരു ടേസ്റ്റ് ഉപ്പിൻ്റെ ഉള്ളതാണ്. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കല്ല. എന്നിട്ട് നന്നായി മൂടി വെച്ച് ജസ്റ്റ് ആവിയിൽ വേവിക്കുക. അപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഇതെല്ലാം അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങാൻ തുടങ്ങും. ഒരു നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് മഷ്റൂം ഇടണം. ജസ്റ്റ് ചെറുതായിട്ട് മൂടി വെച്ച് ഇപ്പം വേവിക്കുക. മഷ്റൂം വെന്തു. അതിന് ശേഷം അതിനകത്തോട്ട് മഷ്റൂം ഇടുവാണ്. മഷ്റൂം ഇട്ട് നല്ലതായിട്ട് വേവിക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ മഷ്റൂം എപ്പോഴും മഞ്ഞൾപ്പൊടിയിലൊക്കെ മുക്കിയിട്ടിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിടുന്നത്. പക്ഷേ ഇവിടുത്തെ മഷ്റൂമൊക്കെ നല്ല നമ്മൾ വളർത്തിയെടുക്കുന്നതായതുകൊണ്ട് അതിനകത്ത് വിഷാംശമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരും മഞ്ഞൾപ്പൊടിയിലൊന്നും ഇടാറില്ല. അതിനുശേഷം കുറച്ച് ഉപ്പൂട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം മഷ്റൂമൊക്കെ വെന്ത് കഴിയുമ്പം ഞാൻ തേങ്ങയ്ക്കകത്ത് പച്ചമുളക് ഇട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. സാധനം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവർ പച്ചമുളക് കടിക്കുമല്ലോ, അതുണ്ടാവാതിരിക്കാൻ എല്ലാ തോരനും ഞാൻ തേങ്ങയിൽ 1-2 പച്ചമുളക് ഇട്ട് അരച്ചെടുക്കും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിട്ട് വേവിച്ച് ജസ്റ്റ് മൂടി വയ്ക്കുക. നല്ലതായിട്ട് ആവി വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്തുള്ള വെള്ളമെല്ലാം നമ്മൾ പതുക്കെ വറ്റിച്ചെടുക്കണം. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമാണ്. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമായിരുന്നു മുരിങ്ങയിലയും മഷ്റൂമും. അന്ന് നമുക്ക് ഇതുപോലത്തെ മഷ്റൂം ഒന്നും കിട്ടത്തില്ലല്ലോ നാട്ടിൽ. എന്തെങ്കിലും ഒരു മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇടി ഉണ്ടാകുമ്പോഴോ നല്ലതായിട്ട് 1-2 മഷ്റൂം ഉണ്ടാകും. ആ കൂണുകൊണ്ട് അപ്പച്ചൻ വന്നിട്ട് ഒന്നാണെങ്കിലും മുരിങ്ങയിലയും കൂടി ഇട്ട് വേവിക്കും. അമ്മ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്, ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ വളരെ നൊസ്റ്റാൾജിക് ഫുഡാണ് എനിക്കിത്. എനിക്ക് അങ്ങനെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞാനിതാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ ഇത് ബാക്കി വരുവാണെങ്കിൽ രാത്രിയിലത്തേക്ക് ഒരു മുട്ടയും കൂടി ഇട്ട് ഓംലെറ്റ് വെച്ച് ഡയറ്റ് മീൽ